പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ അച്ഛനും തമ്മിൽ സംസാരിക്കുകയാണേ. അപ്പൊ വൈജയന്തിയുടെ അച്ഛനും തമ്മിൽ ഒരു രഹസ്യ ധാരണ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ, രഹസ്യധാരണയോ, എന്തോന്ന് രഹസ്യധാരണ എന്ന് ചോദിക്കാട്ടോ. ഞാൻ വൈജയന്തിയെ കല്യാണം കഴിക്കുന്നത് അപ്പച്ചന് എതിർപ്പായിരുന്നു, വൈജയന്തിയുടെ വീട്ടുകാർക്കും എതിർപ്പായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടല്ലേ വൈജയന്തിയെ ആഗ്രയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയത് എന്നങ്ങ് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പച്ചൻ അങ്ങ് തലയും താഴ്ത്തി നിൽക്കുവാട്ടോ. എടാ, അവരെന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണോ സ്റ്റാൻലി ജോസഫ് അവരുടെ മകളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, എന്റെ അറിവോ സമ്മതമോ ഇല്ല, അതൊറ്റ ഉണ്ടാവുകയും ഇല്ലാന്ന്, അതെന്റെ നിലപാടാ എന്നങ്ങ് പറഞ്ഞു നിൽക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചാ, ഞാൻ ലീവിന് വന്നപ്പോൾ ആഗ്രയിൽ വൈജയന്തി ഒറ്റയ്ക്കാണെന്ന് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് ആരാ? അത് അപ്പച്ചനല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എടാ, അവരെന്നെ വിളിച്ചു ചോദിച്ചു, സ്റ്റാൻലി ലീവിന് വന്നിട്ടുണ്ടോ, എന്നാ തിരികെ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ചിന്നമ്മയ്ക്ക് അസുഖം കൂടുതലാണ്, 2 ആഴ്ച കഴിഞ്ഞിട്ടേ പോവുള്ളൂന്ന്. അതാണോ രഹസ്യധാരണ എന്ന് ചോദിക്കാട്ടോ. അന്നേരം സ്റ്റാൻലി പറയുന്നു, അവരെ നല്ല പ്ലാനിങ്ങോട് കൂടിയാ അപ്പച്ചനോട് അത് ചോദിച്ചേ. 2 ആഴ്ച ഞാൻ നാട്ടിൽ കാണും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വൈജയന്തിയെ ആഗ്രയിൽ നിന്ന് ആ സമയത്ത് കടത്തിയത് എന്ന് പറയുന്നു. അതൊന്നും എനിക്കറിയത്തില്ല, അതിന് ഞാനൊറ്റ പങ്കാളിയും അല്ല. ആ സമയത്തല്ലായിരുന്നോ നീ ബൈക്ക് അപകടത്തിൽ സീരിയസ് ആയി വെന്റിലേറ്ററിലും ICUവിലൊക്കെ ആയി കിടന്നത് എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയും, എന്റെ കൂടെ ഉണ്ടായിരുന്ന ജോർജ് മരണപ്പെട്ടു, ഞാനാണെങ്കിൽ അന്ന് കോമയിലും. അത് വൈജയന്തിയുടെ ആങ്ങളമാരുണ്ടാക്കിയ ആക്സിഡന്റ് ആണെന്ന് അന്നാർക്കും മനസ്സിലായില്ലല്ലോ. ഇപ്പോൾ ഞാൻ പലതും കണക്ട് ചെയ്ത് നോക്കുക അപ്പച്ച, ഇപ്പൊ എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. എടാ ലാലിച്ച, അതെല്ലാം വിട്ടുകളാ, കഴിഞ്ഞ കഥകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയും, എനിക്ക് പണ്ടേ ഒരു മകള് ജനിച്ചിരുന്നു, അവൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് പറയുമ്പം എന്തോ ഒരു വിഷമം എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ അപ്പച്ചൻ പറയും, എടാ, ആണെങ്കിൽ തന്നെ നീ ഇപ്പൊ അവളെ കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടി പോവാണോ? അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാം, കവുങ്ങാണെങ്കിൽ എവിടെ കൊണ്ടുവന്ന് വെക്കും? അവളെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ വളർന്ന് വലിയൊരു പെണ്ണായി കാണും, വലിയൊരു ബാധ്യതയായി കാണും. ആ ഇടകൂടത്തിലൊന്നും പോയി നീ തലയിടാൻ നിൽക്കണ്ട, അതൊക്കെ അങ്ങ് വിട്ടുകളാ ലാലിച്ച എന്ന് പറയാട്ടോ അപ്പച്ചൻ. പക്ഷെ നമ്മുടെ സ്റ്റാൻലി ഒരു തീരുമാനം എടുക്കുവാണ്, ബാലേന്ദ്രനെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റാൻലി പോകുന്നു, ബാലേന്ദ്രനെ വിളിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എവിടേക്കാ? എന്റെ കടയിലേക്കാണോ വരുന്നതെന്ന്. ഇല്ലില്ല, ഞാനിവിടെ ഒരു റൂം എടുത്ത് നിൽക്കാന്ന് വെച്ചു, നമുക്കുടനെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.